ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ പോലും ഉറപ്പായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഒട്ടും ടെക്നിക്കൽ അല്ലാതെ തന്നെ വളരെ സിമ്പിളായി RSI ഇൻഡിക്കേറ്റർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്ന പണികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ട്രേഡർ ആയിക്കോട്ടെ, ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളുടെ ട്രേഡിംഗ് പാനലിൽ RSI എന്ന ഇൻഡിക്കേറ്റർ വേണോ വേണ്ടായോ എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനിക്കൂ. ഓക്കെ, ഈ വീഡിയോയിൽ ഇനി RSI ഇൻഡിക്കേറ്റർ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. RSI 70 മുകളിലാണെങ്കിൽ ഓവർബോട്ട് കണ്ടീഷനും 30 താഴെയാണെങ്കിൽ ഓവർസോൾഡ് കണ്ടീഷനുമാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ ട്രേഡേഴ്സിനും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ RSI ഇൻഡിക്കേറ്റർ വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഒരു ഫോൾസ് സിഗ്നൽ ആയിരിക്കും തരാൻ ചാൻസ് കൂടുതലുള്ളത്. അതായത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ RSI അത്ര കണ്ട് എഫക്റ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഞങ്ങൾ കണ്ടിരിക്കുന്ന മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ ചാൻസ് ഉള്ളത്. കാരണം നല്ലൊരു അപ് ട്രെൻഡിൽ RSI എപ്പോഴും ഓവർബോട്ട് കണ്ടീഷനിലായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഡൗൺ ട്രെൻഡിൽ RSI ഓവർസോൾഡ് കണ്ടീഷനിലുമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് RSI മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനാണ്. അങ്ങനെ ഒരുപാട് ട്രേഡേഴ്സ് നമുക്കിടയിൽ തന്നെ ഉണ്ട്, RSI മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും മെയിനായിട്ട് ബിഗ് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. ഭൂരിഭാഗം ട്രേഡേഴ്സും ട്രെൻഡിങ് മാർക്കറ്റിലായിരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. പക്ഷേ അതേസമയം RSI മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവർ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഈ ട്രെൻഡിങ് മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും കിട്ടും, വലിയ വലിയ വിന്നിങ് പ്രോബബിലിറ്റീസും കിട്ടും, നല്ല റിസ്ക് റിവാർഡ് റേഷ്യോയും കിട്ടും. ഈ ഒരു സാധ്യത മാറ്റി നിർത്തിക്കൊണ്ടാണ് അവർ RSI മാത്രം നോക്കുന്നത്. നിങ്ങൾക്ക് RSI നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റ് വിടുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം നല്ലൊരു ട്രേഡർ എപ്പോഴും ട്രെൻഡിങ് മാർക്കറ്റ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ എന്തിനാണ് RSI ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളതെന്ന്. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റിൽ അധികം RSI മാത്രം ഫോക്കസ് ചെയ്യേണ്ട. ട്രെൻഡിങ് മാർക്കറ്റിൽ ട്രെൻഡിങ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. RSI ഒരു ട്രെൻഡിങ് ഇൻഡിക്കേറ്റർ അല്ല. അപ്പോൾ എവിടെയാണ് RSI ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ടത്? അതിന് ഒന്നാമത്തെ ഉത്തരം നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. RSI എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇത് എപ്പോഴാണ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് അവിടെ തന്നെ. ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത് ക്രിപ്റ്റോയിലാണ്. ഞാൻ എൻ്റെ കംഫർട്ട് അനുസരിച്ച് പല സെറ്റപ്പ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഉത്തരം, ഞാൻ എപ്പോഴാണ് RSI ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഡൈവർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ RSI ഉപയോഗിക്കുന്നത്. ആ ടൈപ്പ് ട്രേഡിങ് എനിക്ക് നല്ല ആക്യുറസി തരാറുണ്ട്. അതും സ്ഥിരമായിട്ട് എടുക്കാറില്ല, വല്ലപ്പോഴും അങ്ങനെ കിട്ടാറുള്ളൂ. ആ സമയത്ത് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ എനിക്ക് കിട്ടാറുമുണ്ട്. ഓക്കെ, ഇനി RSI ഡൈവർജൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഞങ്ങൾ നല്ല നല്ല സെറ്റപ്പുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായും ഞങ്ങൾ അടുത്ത വീഡിയോ ഇതിനെപ്പറ്റി ഇടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.